ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ നമ്പർ 20 to 26 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാജഡിയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് പോയറ്റ് ഡിക്ഷൻ ആൻഡ് ജനറൽ ട്രീറ്റ്മെൻറ്റ് അബൌട്ട് എപ്പിക് ആൻഡ് കോമഡി ആൻഡ് ട്രാജഡി. അതൊക്കെ ഇനി വരാൻ പോകുന്നത് കേട്ടോ. 2022 എന്നാണ് പോയറ്റ് ഡിക്ഷനാണ്. അതായത് എങ്ങനെയായിരിക്കണം നമ്മൾ ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോയറ്റ് ഡിക്ഷൻ അങ്ങനെ ആകുമ്പോൾ ഒരു പ്ലോട്ട് എഴുതേണ്ടതാണ് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ ഇനി വരുന്ന ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ട്. In this passage, Aristotle provides an analysis of language and its components, breaking down the structure and nature of word sounds and of their functions. Here is the background of the key points. Okay, letter. എങ്ങനെയായിരിക്കണം ലെറ്റർ എന്ന് പറയുന്നത്? A letter is an indivisible sound, but it must be a sound that can combine with others to form a meaningful unit. Sound എന്ന് പറയുന്നത് എന്താണ്? ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? It is a ഇൻഡിവിസിബിൾ സൗണ്ട്, ഒരു സൗണ്ടാണത്. ബട്ട് ഇറ്റ് മസ്റ്റ് ബി സൗണ്ട് ദറ്റ് ക്യാൻ ബി കമ്പൈൻ വിത്ത് അതേഴ്സ് ടു ഫോം എ മീനിങ് യൂണിറ്റ്. അത് നമ്മൾ മറ്റുള്ള സംഭവങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി എ മീനിങ് യൂണിറ്റ് ആവുന്നതാണ് പറയുന്നത്, നമ്മൾ അരിസ്റ്റോട്ടിൽ പറയുന്നത്. അൺലൈക്ക് ദ സൗണ്ട്സ് അൺടേർഡ് ബൈ ആനിമൽസ്. പക്ഷേ ആനിമൽസ് യൂസ് ചെയ്യുന്ന സൗണ്ട് ആൾ പറയുന്നില്ല കേട്ടോ. ലെറ്റേഴ്സ് ആർ കാറ്ററൈസ്ഡ് ബേസ്ഡ് ഓൺ ഹൗ ദേ ആർ പ്രൊഡ്യൂസ്ഡ്. മൂന്നായിട്ടാണ് അരിസ്റ്റോട്ടിൽ കാറ്ററൈസ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിക്കാണ്. ഏതൊക്കെ 3 രീതികൾ? വോവൽ, സെമി വോവൽ, മ്യൂട്ട്. വോവൽ, സെമി വോവൽ, മ്യൂട്ട്. വാട്ട്സ് വോവൽ? എ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ദി ഇമ്പാക്ട് ഓഫ് ദി ടങ് ഓർ ലിപ്സ്. ടങ് ലിപ്സിൻ്റെയോ ഒരു ഇതില്ലാണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്ക് വിളിക്കുന്ന പേരുണ്ട് വോവൽ. ആൻഡ് സെമി വോവൽ ആണെങ്കിലോ എ സൗണ്ട് ദാറ്റ് റിക്വയർസ് സം ഇമ്പാക്ട് സച്ച് ആസ് എ സൗണ്ട്സ് ഓഫ് എസ് ആൻഡ് ആർ. എസ്സും ആറും മാത്രം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സെമി വോവലായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. Mute, a sound that by itself cannot be heard unless combined with a vowel such as G or D. Mute എന്താണ്? അതൊന്നുമില്ല, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല unless combined with a vowel such as G or D. Then Aristotle further refers to distinctions in letters according to qualities like aspiration or tone, which are detailed metrical sounds. നിങ്ങൾക്ക് മാത്രം നോക്കി വെച്ചാൽ മതി, 3 പോയിന്റ് മാത്രം നോക്കി വെച്ചാൽ കേട്ടോ. അല്ലേ, അത് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. Then syllable. What is syllable? A syllable is combination of a mute and a vowel forming a non-significant sound. For instance, gr is a syllable as is gra when combined with a vowel. ഇതൊക്കെ അതിൽ പറഞ്ഞ പോയിന്റുകളാണ്. ജി ആർ എന്ന് പറഞ്ഞ സൗണ്ട് എന്താണ്? ഇറ്റ്സ് എ സിലബിൾ ആണ്. ആസ് ഇസ് ഗ്ര വെൻ കമ്പൈൻഡ് വിത്ത് എ വോവൽ. എന്താണ്? ഒരു മ്യൂട്ടും ഒരു വവലും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ത്? ഒരു സിലബിൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, നോട്ട് അല്ല ലിംഗ്വിസ്റ്റിക്സ് അല്ല, അരിസ്റ്റോട്ടിൻ്റെ ബേസിൽ പറഞ്ഞു പോകുന്നത്. Then what is connecting word? A connecting word is a sound that does not have significant meaning by itself, but it helps to connect other significant sounds. Example include words that help from larger meaningful sounds by linking other words together, like alpha, mu, theta, iota or epsilon, rho, iota. അതൊക്കെ അതിൽ പറഞ്ഞ ഓരോ വേർഡുകളാണ് കേട്ടോ. അതായത് ഇതിൽ പറഞ്ഞു വെച്ചാൽ ഒരു സിഗ്നിഫിക്കൻറ്റ് മീനിങ് ഉണ്ടാവില്ല ഇത് വേർഡിന് മാത്രം, പക്ഷേ when it combines to another word it will get a meaning എന്ന് പറയുന്നത് ആരെ? അരിസ്റ്റോട്ടിൽ പറയുന്നത്. വേർഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ബിഗിനിങ് ആൻഡ് ഓർ ഡിവിഷൻ ഓഫ് സെൻറ്റൻസസ് സച്ച് ആസ് പ്രിപ്പോസിഷൻസ് ഓർ കൺജങ്ഷൻസ് ത്രൂ ദീസ് വേർഡ്സ് കനോട്ട് ബി സ്റ്റാൻഡ് അലോൺ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലോ ഒന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇറ്റ് ഈസ് കോൾഡ് കൺജങ്ഷൻസ് ഓർ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ പറഞ്ഞാണ്, അല്ലാണ്ട് അയാൾ പറഞ്ഞതല്ല. Examples include in Greek words like mu, epsilon, nu, eta, tau, omicron. അതൊക്കെ ഗ്രീക്ക് വേർഡ്സ് ആണ് കേട്ടോ. ഇതൊക്കെ എന്തേ പറ്റില്ല, അതൊക്കെ അക്കോർഡിംഗ് ടു ദം ഇറ്റ് ഈസ് കൺജങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രപ്പോസിഷൻസ്. നമ്മളൊരു വേർഡ്സ് കണക്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ വിളിക്കുന്നത് കണക്ഷൻസ് അല്ലെങ്കിൽ കൺജങ്ഷൻസ് വിളിക്കുന്നത് കേട്ടോ. സോ അക്കോർഡിംഗ് ടു ഗ്രീക്ക് ലാംഗ്വേജ് ദീസ് ആർ കൺജങ്ഷൻസ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. Connecting words help structure language by organizing meaningful sounds, but they do not carry independent significance. The noun. A noun is a composite sound that is significant and refers to a thing or idea. It does not mark time. Time മാർക്ക് ചെയ്യുന്നത് എന്താണ്? ടെൻസ് ആണ് കേട്ടോ, വെർബാണ്. അടുത്തത് പറയുന്നുണ്ട്. എ noun when compounded or used in a phrase like God given തിയോഡോറസ്. തിയോഡോറസിൽ പറയുന്നത് ഗോഡ് ഗിവൻ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ നമുക്ക് ഗോഡ് ഗിവൻ, അതായത് ദൈവം തന്നതാണെന്ന് പറയുന്നത്. ദൈവം വാട്സ് ഹാസ് ഗോഡ് ഹാസ് ഗിവൻ ഗിഫ്റ്റ് നമുക്ക് ദൈവം ഗോഡ് തരാറുള്ളത് അല്ലേ. Consists of parts that are not individually significant. In God given, the word gift itself is not meaningful unless combined with good and given. Gift എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് എന്താ പറയുക, യൂസ് ചെയ്യാൻ പറ്റില്ല. We should use the God given. It's a combination of 2 nouns. Then verb എന്താണ്? A verb is also a composite significant sound, but unlike a noun, it marks time. Verb എന്താണ്? A significant sound ആണ്, but unlike noun, it marks ടൈമിന് എന്താ മാർക്ക് ചെയ്യുന്നുണ്ട്? ടൈമിന് മാർക്ക് ചെയ്യുന്നുണ്ട് verb എന്ന് പറയുന്നത് അല്ലേ. Indicating tense, present, past, etc. Just like nouns, no part of the verb is significant by itself. For example, man or white do not convey sense of time. Man and white endalla, it's a type of word anana, but it doesn't give us a time. But he walks, he has walked express time. He walks അല്ലെങ്കിൽ he has walked എന്നും നമുക്കൊരു
ടൈമിനെ കാണിക്കുന്നതാണ്. ഇതൊന്നും അതിൽ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സംഭവമാണ് കേട്ടോ, മനസ്സിലാക്കാം. Then inflections, what is inflection? Inflection refers to change in the form of a noun or a verb to convey meaning such as relationships, etc. of or to a number, single, plural. For instance, example, what is noun inflection? What is inflection എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അതായത് മാൻ, വാട്ട് ഇസ് ഇൻഫ്ലക്ഷൻ ഓഫ് എ നൗൺ ഇൻ മാൻ? മാൻ ഇൻഫ്ലക്ഷൻ എന്താണ്? അതായത് ഒരു നൗണിൽ തന്നെ സിംഗുലറും പ്ലൂറലും വരുന്ന സമയത്ത്, അതുപോലെ തന്നെ വെർബ് മാറുന്ന സമയത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ഇപ്പോൾ ഗോ, ഗോസ്, അല്ലെങ്കിൽ ഗോ, വെൻറ്റ്, ഇതൊക്കെ കാണുന്ന സമയത്തുള്ള ഇൻഫ്ലക്ഷൻസ് ഉണ്ടല്ലോ, അതിന് എന്ത് വിളിക്കുന്നത് നമ്മൾ? ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കും കേട്ടോ. ഇൻഫ്ലക്ഷൻസ് ഓഫ് എ നൗൺ ഈസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഇൻഫ്ലക്ഷൻസ് ഓഫ് എ വെർബ് ഈസ് ടെൻസ്, ചേഞ്ച് ഇൻ ടെൻസ്. ഓക്കെ, സോ മാൻ, മെൻ, ദെൻ ഗോ ഓർ ഗോസ് ഓർ സംതിങ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് വേർഡ്സ് ഏതൊക്കെയാണ്? സിമ്പിൾ വേർഡ്സ് പറയേണ്ടത് ദർ കമ്പോസ്ഡ് ഓൺ നോൺ സിഗ്നിഫിക്കൻറ്റ് എലമെൻറ്റ്സ്. അതായത് സിമ്പിൾ വേർഡ്, ഇറ്റ് ഓൺലി വൺ വേർഡ്. ദെൻ വാട്ട് ഡബിൾ വേർഡ്സ്? ദീസ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് നോൺ സിഗ്നിഫിക്കൻറ്റ് എലമെൻറ്റ്സ് ഓഫ് two significant elements such as the compound term hermo, kaiko, xanthus. എന്താണ്? ഒരു ഡബിൾ കോമ്പൗണ്ട് വേർഡ് ആണ് കേട്ടോ. അതായത് ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്. ദെൻ ട്രിപ്പിൾ, ക്വാഡ്രിപ്പിൾ ഓർ മൾട്ടിപ്പിൾ വേർഡ്സ് ദാറ്റ് കമ്പൈൻ സെവറൽ എലമെൻറ്റ്സ് ലൈക്ക് കോംപ്ലക്സ് എക്സ്പ്രഷൻസ് ഫ്രം മെസ്സിലിയൻ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ്. ഇതൊക്കെ അതിൽ പറയുന്ന ഡീറ്റെയിൽഡ് സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ അതിൽ പറയുന്ന സാധനങ്ങളൊക്കെ ഓർത്ത് വെക്കണേ. കറണ്ട് വേർഡ്, സ്ട്രേഞ്ച് വേർഡ്, മെറ്റഫോറിക്കൽ വേർഡ്സ്, ഓർണമെൻ്റൽ വേർഡ്സ്, ന്യൂലി കോയിൻഡ് വേർഡ്സ്, ലെങ്തൻഡ് വേർഡ്സ്, കോൺട്രാക്റ്റഡ് വേർഡ്സ്, ആൾട്ടേഡ് വേർഡ്സ്. വാട്ട്സ് കറണ്ട് വേർഡ്? അതായത് ആ സമയത്ത് സ്പെസിഫിക് കൾച്ചറിൽ യൂസ് ചെയ്യുന്ന വേർഡുകൾ. അതായത് ആ ട്രാജഡി ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രാജഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയ ഇതിൻ്റെ വേർഡ്സ് ഉണ്ടല്ലോ, കൾച്ചറൽ വേർഡ്സ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് കോൾഡ് കറണ്ട് വേർഡ്സ്. വൺ സ്ട്രേഞ്ച് വേർഡ്സ്, വേർഡ്സ് ഫ്രം അതർ കൾച്ചറൽ ലാംഗ്വേജ്. നമുക്ക് മറ്റുള്ള ലാംഗ്വേജുകൾ, മറ്റുള്ള കൾച്ചേഴ്സിന് കൊടുക്കുന്ന ലാംഗ്വേജ് വിളിക്കുന്ന പേരാണ് നമ്മുടെ strange words. What is metaphorical words? This involves the transfer of meaning from one concept to another through analogy. നമുക്കറിയാം അല്ലേ, നമ്മൾ കമ്പയർ ചെയ്യില്ലേ, ഡയറക്റ്റ് കമ്പാരിസൺ ഉണ്ടല്ലോ, ദാറ്റ്സ് കോൾഡ് മെറ്റഫോറിക്കൽ വേർഡ്സ്. ഓർണമെൻ്റൽ വേർഡ്സ് ലൈക്ക് ഡെക്കറേറ്റീവ് ഓർ എൻഹാൻസ്ഡ് ടേംസ് യൂസ്ഡ് ഇൻ സ്പെസിഫിക് കോണ്ടെക്സ്റ്റുകൾ. അതായത് ഓരോ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാവുന്ന നമ്മൾ ഓർണമെൻ്റൽ വേർഡ്സ് വിളിക്കുന്ന പേരും നമ്മൾ ഓർണമെൻ്റൽ വേർഡ്സ് കേട്ടോ. ഇറ്റ്സ് ഡെക്കറേറ്റീവ് ഓർ എൻഹാൻസ്ഡ് വേർഡ്സ്. ന്യൂലി കോയിൻഡ് വേർഡ്സ് ആണെങ്കിലോ വേർഡ്സ് ക്രിയേറ്റഡ് ബൈ ദ പോയിറ്റ് ഓർ ഓതർ സച്ച് ആസ് സ്പ്രൗട്ടേഴ്സ് ഫോർ ഹോൺസ്. നമ്മൾ ഹോൺ ഉണ്ടല്ലോ, ഹോൺസ് നമ്മൾ ജീവിയുടെ മറ്റേ കൊമ്പുണ്ടല്ലോ, നമ്മൾ മാൻ്റെ കൊമ്പ്, ഹോൺസ്. സോ ദേ ക്രിയേറ്റ് അനദർ വേർഡ് ഫോർ സ്പ്രൗട്ടേഴ്സ്. സോ ന്യൂലി കോയിൻഡ് വേർഡ്സ്. നെക്സ്റ്റ് വൺ ലെങ്തൻഡ് വേർഡ്സ്. എന്താണ്? വേർഡ്സ് വേർ ദ വവൽ ഈസ് ചേഞ്ച്ഡ് ഓർ സിലബിൾ ഈസ് ഇൻസേർട്ടഡ് ടെക്സ്റ്റ് ഇൻ ഫോം. അതായത് ഒരു വേർഡിൻ്റെ വലുപ്പം കൂട്ടാൻ വേണ്ടി നമ്മൾ സിലബിൾസ് നമ്മൾ ആഡ് ചെയ്യും. ദാറ്റ്സ് കോൾഡ് lengthened words. Then what next one? Contracted words. What is contracted words? Words where part of the original form are shortened. അതായത് ഒറിജിനൽ ഫോം ഷോർട്ടൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പുതിയ വേർഡ് വിളിക്കുന്ന പേര് നമ്മൾ കോൺട്രാക്റ്റഡ് വേർഡ്സ് കേട്ടോ. നെക്സ്റ്റ് വൺ ആൾട്ടേഡ് വേർഡ്സ്. വാട്ട് ആൾട്ടേഡ് വേർഡ്സ്? വേർഡ്സ് വേർ പാർട്ട് ഓഫ് ദർ യൂഷ്വൽ ഫോം ഈസ് റിപ്ലേസ്ഡ് ഓർ മോഡിഫൈഡ്. അതായത് യൂഷ്വൽ ഫോം റീപ്ലേസ് ചെയ്തിട്ട് വേറെ വേർഡ് ഉണ്ടാക്കുന്ന വേറെ വേർഡ് യൂസ് ചെയ്ത് വിളിക്കുന്ന പേര് നമ്മൾ ആൾട്ടേഡ് വേർഡ്സ്. പിന്നെ ക്ലാരിറ്റി വീസ് ലോഫ്റ്റിനെസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ സ്റ്റൈൽ യൂസ് സിമ്പിൾ കറണ്ട് വേർഡ്സ് മേ സീംസ് പ്ലെയിൻ. അതായത് ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? ക്ലിയർ സ്റ്റൈൽ യൂസ് സിമ്പിൾ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കറണ്ട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. വി ഡോണ്ട് ട്രൈ ടു യൂസ് കറണ്ട് വേർഡ്സ് മറ്റേ വേർഡ്സ് യൂസ് ചെയ്യേണ്ടതല്ല ഇയാൾ പറഞ്ഞത്. യു ക്യാൻ യൂസ്, ബട്ട് ഇറ്റ് ഈസ് വെരി റയർലി യു ക്യാൻ യൂസ് അനദർ വേർഡ്സ്. ലൈക്ക് ലോഫ്റ്റി സ്റ്റൈൽ ആണെങ്കിലോ യൂസ് റയർ ഓർ ആൾട്ടേർഡ് വേർഡ്സ് ആൻഡ് മെറ്റഫേഴ്സ് ക്യാൻ ബിക്കം അൺക്ലിയർ ഓർ ജാർഗൺ ഇഫ് ഓവർ യൂസ്ഡ്. അതായത് പറഞ്ഞിട്ട് ഓവറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് അൺക്ലിയർ ആയിരിക്കും, അത് ആൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഈ സംഭവം ട്രാജഡിയുടെ തീം എന്താണെന്നുള്ളത്. സോ ദാറ്റ് ഈസ് ക്ലിയർ സ്റ്റൈൽ ആൻഡ് ലോഫ്റ്റി സ്റ്റൈൽ. വാട്ട്സ് ക്ലിയർ സ്റ്റൈൽ? യൂസ് സിമ്പിൾ ഓർ കറണ്ട് വേർഡ്സ്. കറണ്ട് വേർഡ്സ് എന്താണ്? ആ കൾച്ചറിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് വിളിക്കുന്ന പേരാണ് നമ്മൾ കറണ്ട് വേർഡ്സ് അല്ലേ. ദെൻ വാട്ട്സ് ലോഫ്റ്റി സ്റ്റൈൽ? ദിസ് ഇസ് സ്റ്റൈൽസ് ഇൻ ട്രാജഡി കേട്ടോ, രണ്ട് സ്റ്റൈലാണ്. നെക്സ്റ്റ് വൺ മോഡറേഷൻ സ്റ്റൈൽ. മെറ്റഫേഴ്സ് എന്ത് ചെയ്യാം? റയർ വേർഡ്സ് ആൻഡ് ആൾട്ടേർഡ് ഫോം ഷുഡ് ബി യൂസ്ഡ് മോഡറേറ്റ്ലി. നമുക്ക് മോഡറേറ്റഡ് യൂസ് ചെയ്യാം, ബട്ട് വി ഡോണ്ട് ട്രൈ ടു യൂസ് മോർ. മെറ്റഫേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, റയർ വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, ആൾട്ടേർഡ് വേർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് മോഡറേറ്റ്ലി. ദെൻ ഓവർ യൂസ് ക്യാൻ മേക്ക് ദ സ്റ്റൈൽ അൺഇൻ്റലിജിബിൾ ഓർ കോമിക്കൽ. ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ഷുഡ് ടേക്ക് ആസ് എൻ അൺഇൻ്റലിജിബിൾ. ഇറ്റ് സ്റ്റോർ ദ ഇൻ്റലിജിബിൾ വേ ഫോർ മേക്കിംഗ് എ പ്ലോട്ട് or comical. Proper use adds distinction without losing clarity. Then role of different word type in poetry. Compound words best for dithyramb. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിക്ഷണറിൽ വരുന്ന കാരണം ഏതൊക്കെ വേർഡുകൾ ഏതൊക്കെ പോയട്രിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സെക്ഷനാണിത്. കോമ്പൗണ്ട് വേർഡ്സ് ബെസ്റ്റ് ഫോർ ഡിത്രാംസ്. ഡിത്രാംസിനാണ് എന്ത് കോമ്പൗണ്ട് വേർഡ്സ് യൂസബിൾ.
Then rare words used for heroic poetry. Heroic poetry ആണ് rare words important. Metaphors ആണെങ്കിലോ ideal for iambic poetry mimics everyday speech. Iambic poetry ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് metaphors യൂസ് ചെയ്യുന്നത്. So all types of useful in different context, especially in blending for heroic poetry. Then metaphor importance പറയുന്നത് metaphor is the most powerful form of expression, reveals deeper connections between unrelated things, an inherent skill in poets, showcasing creativity and insight. The narrative poetry structure follows dramatic principles similar to tragedy. അതൊരു ഇമ്പോർട്ടൻ്റ് അല്ല. സ്റ്റോറി കോമ്പോസിഷൻ ബിസിനസ് ഇത് മുന്നേ ഡിസ്കസ് ആകാനാണ് കേട്ടോ. നെറേറ്റീവ് പോയിറ്റ്സ് അതായത് എപ്പിക് പോയട്രിയെ കുറിച്ച് പറയണേ. നെക്സ്റ്റ് ഇതിൽ പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോമ്പോസിഷൻ ബേസ്ഡ് നെറേറ്റീവ് പോയട്രി. ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഫോക്കസ് ഓൺ റീകൗണ്ടിങ് ഇവൻറ്റ്സ് ഫ്രം എ സ്പെസിഫിക് ടൈം ഓഫ് പീരീഡ്. എന്താണ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ദേ ഫോക്കസിങ് റീകൗണ്ടിങ് ഇവൻറ്റ്സ് ഫ്രം എ സ്പെസിഫിക് ടൈം പീരീഡ്. അത് കുറച്ച് മുന്നുള്ള കാലത്തെ സംഭവങ്ങൾ റീകൗണ്ട് ചെയ്യണത് നമ്മൾ ഹിസ്റ്റോറിക്കൽ വർക്കിലൂടെ. ഇവൻറ്റ്സ് ഇൻ ഹിസ്റ്ററി ദേ ആർ ലെസ് കണക്റ്റഡ് ആൻഡ് ഡു നോട്ട് ഫോം എ സിംഗിൾ കോഹസീവ് പ്ലോട്ട്. Then next one, Homer's excellence കുറിച്ച് പറയുന്നുണ്ട്. Homer focused on a specific portion of the Trojan War to create a manageable, compelling narrative by zooming in on a smaller plot. He maintains unity in depth, avoiding overlay complex narrative. അതായത് ഹോമർ എക്സലൻസ്, ഹോമർ എലിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്കിൽ നല്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് യൂട്ടിലൈസ് എന്ന് പറയുന്നത് ആര്? അരിസ്റ്റോട്ടിൽ. ലിമിറ്റേഷൻസ് ഓഫ് ബ്രോഡർ തീംസ് അറ്റംപ്റ്റിംഗ് ടു കവർ വാസ്റ്റ് ഇവൻറ്റ്സ് ലൈക്ക് ദ ട്രോജൻ വാർ വുഡ് കോംപ്ലിക്കേറ്റ് the narrative. Homer's focused approach results in a clearer and more enjoyable story. Comparison with other poets, പിന്നീട് കമ്പയർ ചെയ്യുന്നുണ്ട് ആരുമായിട്ട്. അതർ പോയിറ്റ്സ് ലൈക്ക് ദോസ് ഓഫ് കൈപ്രി ആൻഡ് ലിറ്റിൽ ഇലിയഡ് കവർ ദ എൻറ്റയർ ട്രോജൻ വാർ. ദേ ഡിവൈഡ് ദെയർ വാർ ഇൻ ടു മൾട്ടിപ്പിൾ എപ്പിസോഡ്സ്, ഈച്ച് ഓഫ് വിച്ച് കുഡ് ബി സെപ്പറേറ്റ് ട്രാജഡി. ദെൻ നെക്സ്റ്റ് വൺ, ദിസ് ചാപ്റ്റർ അടുത്ത ചാപ്റ്ററിൽ പോകണ്ടോ. ഇപ്പോൾ ഡിക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ചാപ്റ്റർ 20 കടക്കാണ്. This chapter provides a detailed analysis of the key characteristics of epic poetry, its comparison to tragedy, and the qualities that make Homer's works exemplary. Here are the key points. അതായത് ഇതിൽ ഹോമറിൻ്റെ വർക്ക്സ് എങ്ങനെയായിരിക്കും എക്സംപ്ലറി. ഹി സേസ് ദാറ്റ് ഹോമർ ഈസ് ഇൻ എ ഗ്രാൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഹോമർ ഈസ് എ ഐഡിയൽ പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത്. സോ ഹൗ ഇസ് ഇറ്റ്? Types of epic poetry. Epic poetry like tragedy can be categorized into different types: simple, complex, ethical, and pathetic. ഓർത്ത് വെക്കണേ, epic poetry can be what can be categorized into different types: simple, complex, ethical, and pathetic. These types can share many of the same structural elements in tragedy, such as a reversal of situation, recognitions, and scenes of suffering. ഇതൊക്കെ എന്ത് വരുത്താം നമുക്ക്? ഈ സാധനമൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ആര് പറഞ്ഞത്? നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. Homer's works, the Iliad and the Odyssey, exemplify these categories. Iliad is a simple and pathetic. Iliad എന്താണ്? Simple and pathetic ആണ് Iliad, and Odyssey is complex and ethical. കേട്ടോ, മറന്നു പോകണ്ട. ഹി സേസ് ദാറ്റ് ഇലിയഡ് ഈസ് സിമ്പിൾ ആൻഡ് പത്തറ്റിക് ആണ് ഇലിയഡ് എന്ന് പറയുന്ന ആ ഒരു എപ്പിക്ക്. ആൻഡ് വെൻ ഇറ്റ് ഗോസ് ടു ഒഡീസി ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? കോംപ്ലക്സ് ആൻഡ് എത്തിക്കൽ ആണ് എന്ത്? ഒഡീസി എന്ന് പറയുന്ന ഹോമറിൻ്റെ വർക്ക്. ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ട്രാജഡി. നിങ്ങൾ പറയുന്ന ഒരു ഡിഫറൻസ് പറയുന്നുണ്ട് എപ്പിക്കും ട്രാജഡി തമ്മിൽ ഡിഫറൻസ്. സ്കെയിൽ. എപ്പിക് പോയിട്ട് ഡിഫേഴ്സ് ഫ്രം ട്രാജഡി പ്രൈമറി ഇൻ ടേംസ് ഓഫ് സ്കെയിൽ ആൻഡ് മീറ്റർ. ആകെ ഒറ്റ മാറ്റുള്ളൂ, സ്കെയിലും മീറ്റർ തമ്മിൽ മാറ്റും. സ്കെയിൽ ആൻഡ് മീറ്റർ മാത്രമേ ഇതുള്ളൂ ചേഞ്ച് വരുന്നുള്ളൂ. Tragedy has more confined scope, focusing on a single action that takes place on a stage with a limited number of characters. ട്രാജഡിക്ക് എന്താണ്? ഇറ്റ്സ് ഒരൊറ്റ ദിവസം ഒരൊറ്റ സിംഗിൾ ആക്ഷനിൽ നടക്കുന്ന സാധനമാണ്. ഓൺ സ്റ്റേജ് വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ആ കുറച്ച് ക്യാരക്ടേഴ്സല്ലേ ഉണ്ടാവുള്ളൂ. എപ്പിക് പോയട്രി ക്യാൻ ഹാൻഡിൽ മൾട്ടിപ്പിൾ സൈമൾട്ടേനിയസ് ആക്ഷൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് നെറേറ്റീവ് ഫോം. പക്ഷേ എപ്പിക് പോയട്രിക്ക് എന്താവാം? അത് എഴുതുന്ന സാധനം ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ഹാൻഡിൽ മൾട്ടിപ്പിൾ സൈമൾട്ടേനിയസ് ആക്ഷൻസ്. ഇറ്റ് ക്യാൻ എന്താ നമ്മൾ ഒരു സ്റ്റേജിൽ പ്ലേ ചെയ്യുന്നതല്ല, അതുകൊണ്ട് ഇറ്റ് ക്യാൻ ഹാവ് എ മൾട്ടിപ്പിൾ ആക്ഷൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് നെറേറ്റീവ് ഫോം വിച്ച് അലൗസ് ഫോർ ലാർജർ മോർ എക്സ്പാൻസീവ് സ്റ്റോറീസ്. അല്ലേ? The epic ability to incorporate wide episodes help to avoid monotony, whereas tragedy risks failure if the same type of event repeated too frequently. നമുക്ക് എന്ത് ചെയ്യാം? എപ്പിസോഡുകളായിട്ട് കൊടുക്കാം, വേറെ എപ്പിസോഡുകളായിട്ട് നമുക്ക് വീണ്ടും നമുക്ക് എന്ത് കൊടുക്കാം? എപ്പിക്കിൽ കൊടുക്കാം. ബട്ട് ഇറ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ട്രാജഡി. ദെൻ ദ ഹീറോയിക് മീറ്റർ. മീറ്ററിലെ യൂസേജ് പറയുന്നത് കേട്ടോ. ഇതാണ് മറ്റേ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക് ആൻഡ് ട്രാജഡി. നമ്മൾ ചാപ്റ്റർ നമ്പർ 23-24, ഐ ഡോണ്ട് റിമെമ്പർ. എപ്പിക് പോയട്രി ഈസ് ട്രഡീഷണലി റിട്ടൺ ഇൻ ഹീറോയിക് മീറ്റർ. എപ്പിക് പോയട്രി എന്ന മീറ്റർ ഏതായിരുന്നു? ഹീറോയിക് മീറ്റർ ആണ് എഴുതിയിട്ടുണ്ടായത്. ഓൾസോ കോൾഡ് ഡാക്ടിലിക് എക്സാമീറ്റർ. കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോടെ മറന്നു പോകരുത്. എ ഫോം ബെസ്റ്റ് സ്യൂട്ടഡ് ടു ലാർജ് സ്കെയിൽ നരേറ്റീവ്. ദിസ് മീറ്റർ ഈസ് ഗ്രാൻഡ് ആൻഡ് സ്റ്റൈൽ, മേക്കിംഗ് ഇറ്റ് വെൽ സ്യൂട്ടഡ് ഫോർ വൈറ്റ്ലി സബ്ജക്ട്സ് ഫോർ എപ്പിക് പോയട്രി. ഈ മീറ്റർ കൊണ്ട് ഇതെല്ലാം വെച്ചെന്ന് വെച്ചാൽ it is well suited for epic poetry. Other meters like iambic or trochaic are more suited to actions or dance. It is used for tragedy, making them inappropriate for the scale of epic poetry. എന്ത് ചെയ്യാൻ പറ്റില്ല? എപ്പിക് പോയട്രിയിൽ ഈ iambic meter or trochaic meter യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൺലി വി ക്യാൻ യൂസ് വിച്ച് മീറ്റർ?
which meter? Heroic meter or dactylic hexameter നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. Then Homer's use of the heroic meter ensures that his work remains consistent and appropriate for the narrative form. So which meter has Homer used the same? Which meter? Heroic meter ആണ് Homer use ചെയ്തത്. That is which is because of his then Homer's role. Homer's regarded as the ideal poet. എന്താ വിളിക്കുന്നത്? Homer's is regarded as ideal poet എന്ന് ആര് വിളിക്കുന്നത്? ഹോമറിനെ ആര് വിളിക്കുന്നത്? അരിസ്റ്റോട്ടിൽ വിളിക്കുന്നത്. Because he knows how to balance his presence and narrative. അയാൾക്ക് എന്തറിയാം? ബാലൻസ് ചെയ്യാൻ അറിയാം. ഹിസ് പ്രസൻസ് ആൻഡ് നരേറ്റീവ്. ഒരു നരേറ്റീവിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു ആർക്കറിയാം? നമ്മൾ ഹോമറിന് അറിയാമെന്നാണ് പറയുന്നത്, അരിസ്റ്റോട്ടിൽ പറയുന്നത്. He rarely intervenes in the narrative, letting the characters take the lead, which enhances the immersive quality of the story. Unlike the other poets who appear often in their works, Homer only occasionally introduces himself before launching into the action, letting the focus remain on the characters. The element of wonderful. The rational or marvelous elements, goddess, intervening or impossible elements. ഞാൻ അടുത്ത് പറയുന്നത് വെച്ചാൽ എലമെൻറ്റ്സ് ഓഫ് നമുക്ക് എപ്പിക് പോയിട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് വാട്ട് ഗോഡ്സ് ഇൻ്റർവെനിങ് ഓർ ഇമ്പോസിബിൾ ഇവൻറ്റ്സ്. നമുക്ക് പോസിബിൾ അല്ലാത്ത ഇവൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എപ്പിക് പോയിട്രി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗോഡ് വന്ന് സഹായിക്കുന്നു, അങ്ങനത്തെ ഒരുപാട് സംഭവം നമുക്ക് എന്ത് ചെയ്യാം? എപ്പിക്കിൽ ഉൾപ്പെടുത്താം. ബട്ട് ഇറ്റ്സ് നോട്ട് സൂട്ടബിൾ ഫോർ ട്രാജഡി എന്നാണ് പറയുന്നത്, നമ്മൾ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഹാവ് മോർ റൂം ടു ബി എക്സ്പ്ലോർഡ് ഇൻ എപ്പിക് പോയിട്രി ദാൻ ട്രാജഡി. ട്രാജഡിയിൽ സാധനം പറ്റില്ല. In tragedy, the rational should be avoided in the main plot and confined to the background to avoid detracting from the drama. In epic poetry, the fantastical elements are often accepted as a part of narrative. Homer's skill in blending these elements into the story while still maintaining a sense of believability is what makes his works effective. വേർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് ഒരു ഗോഡ് വന്നിട്ട് ഒരാൾ സേവ് ചെയ്യുന്നു. നമുക്ക് ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എപ്പിക് പോയിട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യുന്ന ആര് പറഞ്ഞത്? നമ്മൾ അരിസ്റ്റോട്ടിൽ പറയുന്നത്. പിന്നെ ഡിക്ഷൻ. Diction in epic poetry should be carefully crafted, particularly during moments where the action slows down. അതായത് എപ്പിക് പോയറ്റിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡിക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ എലാബറേറ്റ് ഡിക്ഷൻ ക്യാൻ ഒബ്സ്കോർ ദ ക്യാരക്ടേഴ്സ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. അതായത് ഓവർ എലാബറേറ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യമില്ലാണ്ട് ഒരുപാട് നമ്മുടെ ലാംഗ്വേജിൽ ഡയലോഗ്സിനും ഉൾപ്പെടുത്തുമല്ലോ. ഇറ്റ് എലാബറേറ്റ്സ് ഇറ്റ്സ് ക്യാരക്ടേഴ്സ് തോട്ട്സ്, ഇറ്റ് ഒബ്സ്ക്യൂർ ദ ക്യാരക്ടേഴ്സ് തോട്ട് ആൻഡ് ഇമോഷൻസ്, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ ഓഡിയൻസ് ടു കണക്ട് ദ ക്യാരക്ടേഴ്സ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഒരുപാട് ഡയലോഗ്സ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിഫിക്കൽട്ട് ഫോർ ദ ഓഡിയൻസ് ടു കണക്ട് ദി ക്യാരക്ടേഴ്സ്. Therefore, the poet should aim for a balance where the language enhances action without overwhelming it. അതായത് ഒരു ബാലൻസിൽ കൊണ്ടുപോകണം. ആക്ഷനും ലാംഗ്വേജും ഒരേപോലെ ബാലൻസിൽ കൊണ്ടുപോയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്? വി ക്യാൻ കോൾ ആസ് എ ഗുഡ് എപ്പിക് പോയട്രി അല്ലേ? then Homer's mastery. He says that Homer is very good at these things. Homer's mastery of the art of storytelling lies in his ability to blend the real and the imagined, presenting stories that are both grand and believable. His skill in creating a narrative that feels real despite containing supernatural and mythical elements sets him apart from other poets. Then audience and appeal. Epic poetry appeals to a refined, cultivated audience that appreciate depth through recitation, relying on language and form rather than performance. How the epic poetry appeal, or how the epic poetry appreciated. Appeals to be refined, cultivated audience that appreciate depth through recitation, relying on language and form for other than performance. ഇവിടെ പെർഫോമൻസ് കൊണ്ടല്ല എന്ത് ചെയ്യുന്നത്? നമ്മളിതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ വായിച്ച് നമുക്കതിലെ റെസിറ്റേഷനും ലാംഗ്വേജ് യൂസ് ചെയ്ത ലാംഗ്വേജൊക്കെ കൊണ്ട് നമ്മൾ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്ത്. When it goes to tragedy, target a broader audience, often needing additional aids like gestures, actions വേണം, and dramatic presentation for better understanding, with critics focusing on exaggerated movements by actors. നമുക്ക് വേണ്ടതാണ് വാട്ട് നീഡ്സ് ഇൻ ട്രാജഡി ഫോർ അപ്രീസിയേഷൻ ലൈക്ക് ജസ്റ്റേഴ്സ് വേണം, ആക്ഷൻസ് വേണം, ആൻഡ് ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും പറ്റുള്ളൂ നമുക്ക് ഒരു ട്രാജഡി നമുക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ പറ്റുള്ളൂ. അത് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ദ നെക്സ്റ്റ് വൺ, ആർട്ടിസ്റ്റിക് ഫോം. Tragedy incorporates elements of epic poetry but adds music, dance and spectacle, condensing the narrative for a more intense emotional impact. നമുക്ക് എന്ത് ചെയ്യാം? ട്രാജഡി നമുക്ക് ഉൾപ്പെടുത്താം. ഇൻകോപ്പറേറ്റ്സ് എലമെൻറ്റ്സ് ഓഫ് എപ്പിക് പോയട്രി ബട്ട് ആഡ്സ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ എപ്പിക് പോയട്രി എല്ലാ എലമെൻറ്റ്സും വരുന്നുണ്ട്. ബട്ട് വി ഷുഡ് ആഡ് വാട്ട്? മ്യൂസിക് ആഡ് ചെയ്യണം, ഡാൻസ് ആഡ് ചെയ്യണം, ആൻഡ് സ്പെക്ടക്കിളും നമ്മൾ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ആയിട്ടുള്ളൂ ട്രാജഡി ഒരു നല്ല രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. when it comes to epic poetry, longer, covering multiple actions and subplots, often lacking unity and emotion immediately,
compared to immediacy compared to tragedy. Then unity and structure. What is comes for unity and structure? ട്രാജഡിയിൽ വരുന്നത് ഫോക്കസ് ഓൺ സിംഗിൾ കോൺസെൻട്രേറ്റഡ് ആക്ഷൻസ് ദാറ്റ് അൺഫോൾഡ്സ് ഡ്രമാറ്റിക്കലി ഓഫറിങ് എ കോഹസീവ് സ്ട്രക്ചർ. ഒരൊറ്റ ദിവസം ഒരു സിംഗിൾ ആക്ഷനിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇറ്റ് കോൺസെൻട്രേറ്റഡ് ആക്ഷൻ ദാറ്റ് അൺഫോൾഡ്സ് ഡ്രമാറ്റിക്കലി. അതായത് ഓരോ ആക്ഷൻസും അൺഫോൾഡ് ചെയ്യുകയാണ് ഡ്രമാറ്റിക്കലി. ഒരു പ്രസൻറ്റേഷൻ പോലെ ഒരു ത്രൂ ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ എന്തായിരുന്നു നമ്മൾ ഓരോ ആക്ഷൻസും അൺഫോൾഡ് ചെയ്യണം. അത് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് വെൻ ഗോസ് ടു എപ്പിക് പോയട്രി കവേഴ്സ് എ ബ്രോഡ് സ്കോപ്പ് വിത്ത് മൾട്ടിപ്പിൾ സബ്പ്ലോട്ട്സ് ഓർ ആക്ഷൻസ് ഓഫർ ലീഡിങ് ടു ഡൈല്യൂട്ട് സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ലെസ് എഫിഷ്യൻറ്റ് നരേറ്റീവ് സ്ട്രക്ചർ. എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് നീണ്ട സാധനം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സപ്ലോട്ടും ഒക്കെ വെച്ച് എന്ത് ചെയ്യാം, ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമ്മൾ ഒന്ന് ഓർത്ത് വെക്കണം മാത്രം. ദെൻ ഇമ്പാക്റ്റ് ഓൺ ദി ഓഡിയൻസ്. ഹൗ ദീസ് ആർട്ടിസ്റ്റിക് ഫോംസ് വിൽ ഗെറ്റ് എൻ ഇമ്പാക്റ്റ് ഓൺ ദി ഓഡിയൻസ് അല്ലേ. ട്രാജഡി ആണെങ്കിലോ use a spectacle, music and dramatic actions for more intense that emotional experience that engage both intellect and emotions അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യും. വാട്ട് സ്പെക്ടക്കിൾ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസിനാണ് സ്പെക്ടക്കിൾസ് എന്ന് പറയാം. ദെൻ മ്യൂസിക് യൂസ് ചെയ്യും ആൻഡ് ഡ്രമാറ്റിക് ആക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നല്ല ഇൻറ്റൻസിറ്റി ആയിട്ടും യൂസ് ചെയ്യും. വൈ? ടു ഗെറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ദി ട്രാജഡി. വെൻ ഗോസ് ടു എപ്പിക് പോയട്രി engages the intellect but lacks the immediate emotional impact and visceral appeal ടു ട്രാജഡി. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ ഈ പോയറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നു. ഒരുപാട് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്ലാസ് കണ്ടിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ ചാപ്റ്റർ നമ്പർ 1 to 26 ഒരു എന്ത് വെക്കുന്നുണ്ട്, നമ്മൾ ഒരു ഡിസ്കഷൻ വെക്കുന്നുണ്ട്. അത് ഇന്നല്ല, അത് നാളെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക. എന്തായാലും ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും. ആ ഒരു മണിക്കൂർ നമുക്ക് മാക്സിമം ഒരു മണിക്കൂർ 1 മണിക്കൂർ എടുക്കും എന്തായാലും ഫുള്ളായിട്ട് തീരുമ്പോഴേക്ക്. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. നല്ലപോലെ ഈ ക്ലാസ് മൊത്തം കണ്ടാൽ മാത്രമേ ആ ഡിസ്കഷനിൽ പങ്കെടുത്തൊരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒന്നും മനസ്സിലായി തിരിയില്ല. അപ്പോൾ അതുണ്ടാവരുത്. അപ്പോൾ ഈ ക്ലാസ് കറക്റ്റ് കാണാം, എന്നിട്ട് നോട്ട്സ് എഴുതി ഉണ്ടാക്കുക. ഓക്കെ, വിൽ സീ യു ഡിസ്കഷൻ.